ഓക്കെ, നമ്മളിപ്പോൾ നൈലോൺ 6ൻ്റെ പ്രിപ്പറേഷൻ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കണ്ടൻസേഷൻ പോളിമറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സോ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് മോണോമേഴ്സ്, രണ്ട് ഡിഫറെൻറ്റ് മോണോമറുകൾ കമ്പൈൻ ടുഗദർ ടു ഫോം ലാർജ് കോമ്പൗണ്ട്. രണ്ട് ഡിഫറെൻറ്റ് മോണോമറുകൾ കൂടി ചേർന്നിട്ട് ഒരു വലിയ കോമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ, സോറി, അഡിഷൻ പോളിമറൈസേഷനിൽ ഒരു മോണോമർ ഉണ്ടാകത്തുള്ളൂ, അത് തമ്മിൽ ആഡ് ചെയ്ത് വലിയ പോളിമർ ഉണ്ടാവും. കണ്ടൻസേഷൻ പോളിമറിൽ ടു ഡിഫറെൻറ്റ് മോണോമേഴ്സ് കമ്പൈൻ ടു ഫോം എ ലാർജർ മോളിക്യൂൾ അക്കമ്പനീഡ് ബൈ എ റിമൂവൽ ഓഫ് എ സിമ്പിൾ മോളിക്യൂൾ. ഒരു സിമ്പിൾ മോളിക്യൂളിനെ റിമൂവ് ചെയ്തുകൊണ്ട് രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂളുകൾ പരസ്പരം കമ്പൈൻ ചെയ്ത് ലാർജ് മോളിക്യൂൾ ഉണ്ടാകുന്നതിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. സോ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ is the process in which different monomers combine together to form larger compound accompanied by removal of a simple molecule. Okay, സോ ഇനി പ്രധാനപ്പെട്ട കണ്ടൻസേഷൻ പോളിമറുകളും അതിൻ്റെ ഉപയോഗങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്, പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ നേരത്തെ പഠിച്ച പോലെ അഡിപ്പിക് ആസിഡ് ഹെക്സാമെഥിലിൻ ഡൈഅമീനോ ആണ് മോണോമർ. ഇതിനോട് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പോളിമറാണ് നൈലോൺ 66 എന്ന് പറയുന്നത്. എന്തിനൊക്കെ വേണ്ടിയാണ് നൈലോൺ 66 നമ്മൾ ഉപയോഗിക്കുന്നത്? ഫാബ്രിക്, നൈലോൺ എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്കാണ്, ഒരു നൂൽത്തരമാണ്. നൂൽ ഫാബ്രിക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, കോമ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ചീപ്പ്. ബ്രിസിൽസ് ഓഫ് ബ്രഷസ് മീൻസ് നമ്മുടെ ബ്രഷുകളുടെയൊക്കെ നാര്, ബ്രഷിൻ്റെ ആ ഒരു തലഭാഗത്ത് ഉണ്ടാകുന്ന നാരുണ്ടല്ലോ, സോ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പൗണ്ടാണ് നൈലോൺ 66 എന്ന് പറയുന്നത്. അടുത്ത് ഫീനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ടും ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടും ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കെമിക്കലാണ് അല്ലെങ്കിൽ ഒരു പോളിമറാണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. ബേക്കലൈറ്റ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, സ്വിച്ചസ്, പ്ലഗ്, സോക്കറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ബേക്കലൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഹാസ് ഹൈ തെർമൽ കപ്പാസിറ്റി ആൻഡ് ഹൈ ഇലക്ട്രിക്കൽ കപ്പാസിറ്റി. ഇലക്ട്രിസിറ്റി, തെർമൽ കാര്യങ്ങളും ഒക്കെ ഇൻസുലേഷൻ പ്രോപ്പർട്ടി, എന്താ പറയുക, അതെന്ന് പറഞ്ഞാൽ കണ്ടക്റ്റീവ് അല്ല, അതിനെ തടയാനുള്ള കഴിവുണ്ട്. ഹൈ ഇൻസുലേറ്ററാണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിച്ചസും പ്ലഗും അല്ലെ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു സാധനം സ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ലല്ലോ, വേർത്തടിക്കും. അടുത്ത ഹാൻഡിൽസ് ഓഫ് എ പ്രഷർ കുക്കർ. അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ, ഫ്രൈ പാന് പോലുള്ള സാധനങ്ങൾക്ക് ഒരു കറുത്ത പിടി ഉണ്ടാവും. സോ ആ പിടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ബേക്കലൈറ്റ് ആണ്. എന്തിനു വേണ്ടി ബേക്കലൈറ്റ് യൂസ് ചെയ്യുന്നു? ബിക്കോസ് ബേക്കലൈറ്റ് ഈസ് ആൻ ഗുഡ് ഇൻസുലേറ്റർ ഓഫ് ഹീറ്റിനെ വളരെയധികം ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടി, എന്ന് പറഞ്ഞാൽ ഹീറ്റ് പിടിക്കൂല, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യൂല. എത്ര ചൂടായിട്ടിരിക്കുന്ന ഫ്രൈ പാൻ ആണെങ്കിലും പിടിയിൽ പിടിച്ചാൽ നമുക്ക് ചൂടിക്കൂല, മനസ്സിലായോ? സോ ബേക്കലൈറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ മെറ്റീരിയൽ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഹാൻഡിൽസ് ഓഫ് പ്രഷർ കുക്കറോ ഫ്രൈ പാനോ കിച്ചൺ യൂട്ടിലിറ്റീസിലൊക്കെ ഹാൻഡിൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേമാതിരി ഇറ്റ് ഈസ് എ ഗുഡ് ഇൻസുലേറ്റർ ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിച്ചിലും പ്ലഗിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി വേറെ രണ്ട് മോണോമറുകൾ പറയാം. എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന മോണോമറും തെരിഫ്താലിക് ആസിഡ് എന്ന് പറയുന്ന മോണോമറും. എത്തിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ തെരിഫ്താലിക് ആസിഡ്. അവിടെ ഉണ്ടാവുന്ന പോളിമറിന്റെ പേര് നമുക്ക് പരിചിതമായ പേരാണ് പോളിസ്റ്റർ എന്ന് പറയും. അതാണ് പോളിസ്റ്റർ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഫോർ മാനുഫാക്ചർ ഓഫ് ടർപ്പോളിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ബോട്ടിലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, ഫാബ്രിക്കുകൾ, തുണിത്തരങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പോളിസ്റ്ററിന്റെ ചട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ 3 കണ്ടൻസേഷൻ പോളിമറാണ് പഠിക്കാനുള്ളത്: നൈലോൺ 66, ബേക്കലൈറ്റ് ആൻഡ് പോളിസ്റ്റർ. Nylon 66 for fabric, comb and bristles of brushes. Bakelite for switches, plug and handles of pressure cooker. Bakelite for manufacture of tarpaulin, bottles and fibers.